കണ്ടിട്ടൊന്നുമില്ല. കണ്ടോ? കണ്ടൊന്നുമില്ലടാ. കിട്ടില്ലൻ സർപ്രൈസ് പ്ലാൻ ചെയ്തത് ഞാൻ ഇവിടെ വന്ന് നിൽക്കുവാണ്. സുഷുവിനെ അച്ഛനും അമ്മയെ കൂട്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ട്. അപ്പം അനിയന്മാർ ഇതേ മാറി അവന്മാർ ഷൂട്ട് ചെയ്യുവാണ്. സുഷു ഇതേ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇടയ്ക്ക് അവന്മാരെ നോക്കുന്നുണ്ട് എന്തായെന്നറിയാൻ. സുഷു കണ്ടോന്നൊരു ഡൗട്ടുണ്ട്. ഇപ്പം റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പെട്ടെന്ന് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യുകയാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെയാണ്. അപ്പം എന്താവും അറിയില്ല. ഇവന്മാർ ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പുറകെ വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും എന്താവും നോക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു സ്വിഷ് ഫാമിലീസ് അനദർ വീഡിയോ. അപ്പം നമ്മുടെ കുറേ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതും ഷോർട്സ് ആയിട്ടാണ് വരുന്നത്. ലോങ് വീഡിയോ കുറവാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക വീഡിയോ ആണ്, വേറൊന്നുമല്ല. നമുക്കൊരു സർപ്രൈസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അടിപൊളി സർപ്രൈസ് കൊടുക്കണം, അതും പൈസ കുറച്ചിട്ട്, ഏറ്റവും മാക്സിമം പൈസ കുറച്ചിട്ടുള്ളൊരു സന്തോഷം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് 5th ആനിവേഴ്സറി ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കിടിലൻ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പൈസ കൊടുത്തുള്ള പരിപാടിയൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഏറ്റവും ചിലവ് ചുരുക്കിയുള്ളൊരു ചെറിയ പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അപ്പം ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിത് എങ്ങനെയൊക്കെ എത്തിയെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാൻ ലേഡി സ്റ്റോർ എത്തിയിരിക്കുകയാണ്. മണർകാട് കവലെ തന്നെയുള്ള താന്നിക്കൽ ലേഡി സ്റ്റോറാണ് ഇത്. ഇവിടെ എല്ലാ ഐറ്റംസും ലഭ്യമാണ്. ടോയ്സ്, ലേഡീസ് ഐറ്റംസ് എല്ലാം ലഭ്യമാണ്. അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സമീപിക്കുക. അപ്പം ഞാനിവിടെ ക്യാൻഡിലും കാര്യങ്ങളും എല്ലാം, ബലൂൺസ് എല്ലാം മേടിക്കാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കിനി പൂവൊക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ എല്ലാം കാണിക്കാം. അപ്പോൾ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ അതേ സാധനങ്ങളൊക്കെ മേടിച്ചു. നിങ്ങൾ കണ്ടല്ലോ, ബലൂണൊക്കെ മേടിച്ചത് കണ്ടു. പിന്നെ അത് നല്ല അടിപൊളി ഒരു പൂവാണ്. നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാനൊരു റെഡ് പൂവും അതുപോലെ തന്നെ ഒരു വൈറ്റ്, ഒന്നല്ല 4 വൈറ്റ് പൂവും അതുപോലെ തന്നെ ഒരു റെഡ് പൂവൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സംഗതികൾ. ഇതിനകത്ത് എല്ലാ ഐറ്റംസും ഞാനിങ്ങനെ ബലൂണ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. മേടിച്ചിട്ട് നമ്മുടെ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പോവുകയാണ് ഈ സംഭവങ്ങളൊക്കെ. എനിക്ക് ബിസിനസ് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നമ്മുടെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റും കൂടെയാണ്. ഒത്തിരി കോട്ടയംകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസ്റ്റോറൻ്റാണ് നമ്മുടെ ഷെഫ് എന്നുള്ള റെസ്റ്റോറൻറ്റ്. അപ്പം അവിടെ വെച്ചാണ് നമ്മുടെ പരിപാടികൾ. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നേരെ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഷെഫ് എന്നുള്ള റെസ്റ്റോറൻറ്റ്. കണ്ടോ, ഇതാണ് കംപ്ലീറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് എൻട്രി വരിക. ഇവിടെയൊക്കെ പുതിയ പെട്രോൾ പമ്പും ഒക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ട് ഏൽപ്പിക്കാൻ പോവാണ്. അതിന് ശേഷം നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കുക എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാൻ ഇനി രാത്രിയിലാണ് ഇനി ഇങ്ങോട്ട് വരുന്നത്. ഒരു 8 മണിയാകുമ്പോഴാണ് വരുന്നത്. ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ പോവാണ്. ഒരു 3:30 സമയത്താണ് ഞാൻ വന്നത്. വലിയ തിരക്കുള്ള സമയത്തല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടൊക്കെ ഞാൻ പോവാണ്. അപ്പോൾ ഷെഫ് എന്നുള്ള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഷെഫിൻ്റെ സ്പെഷ്യൽ ഡിഷസും പിന്നെ അത്യാവശ്യം ചൈനീസ് ഡിഷസും കിട്ടുന്ന വെറൈറ്റി ഒരു സ്ഥലമാണ്. അപ്പം നല്ല ഫ്രഷ് കുക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു ജോലി കഴിഞ്ഞിട്ട് നേരത്തെ എത്തിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ അനിയനാണ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അടിപൊളി ഒരു വൈബുള്ള സ്ഥലമാണ് നമ്മുടെ ഷെഫ് എന്നുള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ സർപ്രൈസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി കാണണം. നിങ്ങളത് കാണണം എന്താണെന്നുള്ളത്. അപ്പം നേരെ അങ്ങോട്ട് പോകാം. അവർക്ക് തിരക്കുണ്ടായിട്ട് പോലും അവിടുത്തെ ഒരു ടീം നമ്മളോട് കൂടി ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ബലൂൺ എല്ലാം വീർപ്പിച്ച് എല്ലാം റെഡി ആയി തന്നു. ഇതാണ് 8 പേർക്കുള്ള സ്പേസ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അടിപൊളി സെപ്പറേറ്റ് കൗണ്ടർ തന്നെ അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇത് കുറേ ഫോട്ടോസാണ് ഇവിടെ ഡൈൻ ചെയ്തവരുടെയും അതുപോലെ തന്നെ നമുക്കിവിടെ ഹോട്ടൽസ് വിസിറ്റ് ചെയ്ത് സെലിബ്രിറ്റി ആയിട്ടുള്ളവരുടെ ഒക്കെ ഫോട്ടോസാണ്. അപ്പോൾ ഷെഫ് ഹിംസെൽഫ് സെലിബ്രിറ്റി, പിന്നെ അപ്പോൾ ഒത്തിരി സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഫോട്ടോസ് കാണാം. പിന്നെ നമ്മുടെ സെറ്റിങ്സ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ക്യാൻഡിൽസ് എല്ലാം അറേഞ്ച് ചെയ്തു. ഞാൻ കൊടുത്ത ഫ്ലവറും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി സുഷുവിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതാണ് നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന സംഭവം. എന്താവുമെന്ന് നോക്കാം. ഒരു 8 മണി സമയമായിട്ടുണ്ട്. നല്ല തിരക്കാണ് ഇവിടെയൊക്കെ. എന്താവുമെന്നൊരു പിടിയില്ല ലൈറ്റ് ഓഫ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താവുന്ന അവസ്ഥ എന്നുള്ളത്. ഇതേ സുഷുവിൻ്റെ വണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഇവിടെ എത്തി അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ.
ഇതേ സുഷുവിനെ കൂട്ടി അകത്തേക്ക് കയറാനുള്ള പരിപാടി എല്ലാം പ്ലാൻ ചെയ്യുകയാണ്. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, അമ്മമ്മയൊക്കെ ഉണ്ട്. അപ്പം നേരെ സുഷുവിനെ അകത്തേക്ക് കയറ്റി അവന്മാരതേ പുറകെ വരുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ദേ അമ്മമ്മേനെയൊക്കെ അതേ അകത്തേക്ക് കയറ്റാനായിട്ട് സുഷു പതുക്കെ കയ്യിലൊക്കെ പിടിച്ച് അകത്തേക്ക് കയറ്റുകയാണ്. ആർക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എല്ലാവരും ദേ പതുക്കെ അകത്തേക്ക് കയറുവാണ്. അപ്പം ഞാനിവിടെ ലൈറ്റ് ഓഫ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദേണ്ട ഇപ്പം ലൈറ്റ് ഓഫ് ആകുമ്പോൾ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ഒരു ഐഡിയ ആയിട്ടില്ല. അപ്പം ദേ അകത്തേക്ക് കയറുമ്പോഴാണ് പതുക്കെ ഷെഫ് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഷെഫ് എല്ലാവരോടും ഈ ട്രീറ്റ്മെന്റ് ആണ്, എല്ലാവരെയും സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് കൂട്ടുക. അപ്പൊ ഷെഫ് തന്നെ വന്നിട്ട് ഇതേ ക്യാൻഡിൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നേരെ അവിടെ നിൽക്കുകയാണ്. സുഷു വണ്ടർ ആയിട്ടുണ്ട് കേട്ടോ, സുഷു ശരിക്കും വണ്ടർ ആയിട്ടുണ്ട്, ചിരിക്കുന്നുണ്ട്. അപ്പം ദേ ഇപ്പൊ ലൈറ്റ് വരുന്നതാണ്, ലൈറ്റ് അടിപൊളി. അപ്പം മൊത്തത്തില് ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്, അടിപൊളി ആയിട്ടുണ്ട്, ശരിക്കും എഫക്റ്റീവ് ആയിട്ടുണ്ട്. അതെ അതെ അപ്പൊ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ക്യാൻഡിൽ ലൈറ്റും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതെല്ലാം പ്രത്യേകം ഞാൻ മേടിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ ബലൂണും എല്ലാം ഇതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് ആക്ടിവിറ്റി ആണ്. ഇപ്പോഴാണ് അറിഞ്ഞത്. കുറച്ച് ചെറിയൊരു ക്ലൂ എവിടുന്നോ മാറിയിട്ട് പാളിപ്പോയി. അവൾക്ക് വരെ ചിരി വരും. അപ്പം എല്ലാം ഈ സർപ്രൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് എല്ലാ ഫുഡും നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരും. അപ്പം ബാക്കി നമ്മുടെ വിവരങ്ങളെല്ലാം കാണാം. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? വെൽക്കം ഡ്രിങ്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടോ, എല്ലാ ഫുഡും ആംബിയൻസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ഷെഫ് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഐഡിയ ഉണ്ടായിരുന്നോ? നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഫുഡ് കഴിക്കണോ വരുന്നു എന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ രസമുണ്ട്, മൊത്തത്തിലൊരു സുഖമൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇതന്നെ ഫ്ലവർ എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബലൂണ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം മേടിച്ച് ഇവിടെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്താണ് കാണുന്നത്. നിങ്ങളെല്ലാം ഫ്ലവർ പോട്ടൊക്കെ ഇവിടുത്തെ ഒരു സംഭവമാണ്. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഗൈസാണ് ആയിരിക്കുന്നത് രണ്ടുപേരും. അതെ, കുഞ്ഞിളം കുട്ടി എല്ലാവരും ഉണ്ട്, അമ്മയുണ്ട്. ഇതാണ് നമ്മുടെ സർപ്രൈസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എടുക്കാം, എന്നെ തന്നെ എടുത്തോണ്ടിരിക്കുന്നില്ല. ബലൂൺ എപ്പോഴും ഒരു കളർഫുൾ ഫീൽ തന്നെയാണ്. അപ്പം നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഞാൻ സ്പെഷ്യലി പറഞ്ഞാണ്, വാട്ടർ മെലോണിൻ്റെ വെൽക്കം ഡ്രിങ്കാണ്. എൻജോയ് ചെയ്യാം. ഒറ്റ തരുന്നതാ.
ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇപ്രാവശ്യം തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ, ഇപ്രാവശ്യം പിന്നീടേ കാണിക്കുന്നുള്ളൂ. വെഡിങ് ആനിവേഴ്സറി ഇതേ കട്ട് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞാപ്പി. ഹാപ്പി ടു യു. വെച്ച് കേക്ക് വേണോ? ചിരിച്ചേ, ഇങ്ങോട്ട് പോയി ചിരിച്ചേ. ആ ഓക്കെ. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണങ്ങൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മുടെ ഷെഫ് സ്പെഷ്യൽ ഫിഷ് ധമാക്കയാണ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അതിന്റെ ഗ്രേവി ഒക്കെ സൂപ്പറാണ്, അടിപൊളിയായിരുന്നു. അത് മുട്ടയും അതുപോലെ തന്നെ ഫിഷ് വേവിച്ചതും അല്ലെങ്കിൽ പൊള്ളിച്ചതും ഒക്കെ ഉണ്ട്. അപ്പം വെജിറ്റേറിയൻ ഒക്കെ ഡിഷസ് ഉണ്ട്. അപ്പം ആദ്യമേ ഫ്ലവേഴ്സ് നമ്മുടെ സുഷിന് ഡെഡിക്കേറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. മൊമെന്റ് ആണല്ലോ എല്ലാവർക്കും ആവശ്യം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഷെഫ് നളൻ റെസ്റ്റോറൻറ്റിലാണ്. ഷെഫ് നളൻ റെസ്റ്റോറൻറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ മായമില്ലാത്ത ഭക്ഷണമാണ്. നിങ്ങൾ വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അതുകൊണ്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇവിടെ മസ്റ്റായിട്ടും വരിക. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ബീഫ് പൊള്ളിച്ചതും അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, വാട്ടർമെലോൺ ജ്യൂസ്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചിട്ട് റോസ്റ്റ് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും വെജ് ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ട്. ദേ അമ്മയാണെന്നുണ്ടെങ്കിൽ ഗോബി മഞ്ചൂരിയൻ ആണ് ട്രൈ ചെയ്യുന്നത്. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. ദേ അമ്മമ്മയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുന്നു. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ ഒരു അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ഷെഫ് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ കേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ആ വെഡിങ് ആനിവേഴ്സറി ഡേ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഷെഫിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്നേഹം നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പം ഷെഫ് അപ്പം നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഭക്ഷണം എന്നൊക്കെ. അപ്പം എല്ലാം അന്വേഷിക്കുന്ന ഒരാളും കൂടെയാണ്. മസ്റ്റായിട്ടും ഇവിടെ വന്നിട്ടൊന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോസ് മാക്സിമം നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണണം. അതുവരേക്കും ബൈ ബൈ.